വിദ്യാർത്ഥികളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷാ പോലീസ് പിടിയിൽ 10 മാസമായി ഒളിവിലായിരുന്നു. പ്രതിയെ കൊടകരയിൽ നിന്ന് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസാണ് പിടികൂടിയത്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി അഫ്സാന ഫസലാണ് ചേരുന്നത്. അഫ്സാന, യൂട്യൂബിലടക്കം നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം? വിവരങ്ങൾ എങ്ങനെ? അമീന, കഴിഞ്ഞ ഏപ്രിൽ 19 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അതായത് യൂട്യൂബർ മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തൃശൂർ എരനല്ലൂർ സ്വദേശി മുഹമ്മദ് ഷഹീൻ ഷായും സുഹൃത്തുക്കളും ചേർന്ന് വിദ്യാർത്ഥികൾ മദ്യപിച്ച ശേഷം കാറിൽ വരികയായിരുന്നു. ഇതിനിടെ കോളേജ് വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടായിരുന്നു. അങ്ങനെ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ പിന്തുടർന്ന് മണവാളനും സംഘവും പിന്തുടർന്ന് പുറകെ ചെന്നിടിക്കുകയായിരുന്നു. മണവാളനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയി. 10 മാസമായി മണവാളൻ എന്ന് പറയുന്ന ഒളിവിലായിരുന്നു. പോലീസ് കഴിഞ്ഞ ഡിസംബറിൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പക്ഷേ എന്നിട്ടും പിടികൂടാനായില്ല. ഇപ്പോൾ തൃശൂർ വെസ്റ്റ് ടൗൺ പോലീസ് ഷാഡോ പോലീസാണ് കൊടകിൽ നിന്നും മണവാളനെ കസ്റ്റഡി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഉള്ള ആളാണ്, യൂട്യൂബിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള മണവാളനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാനിത് കേൾപ്പിക്കാൻ കാര്യം ഇത് ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങാം എന്ന് വെച്ചാണ്. ഈ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഒളിവിൽ പോയത്. 10 മാസത്തോളം ഒളിവിലായിരുന്നു. അതിനുശേഷം 10 മാസത്തോളം ഒളിവിലായിരുന്ന മണവാളനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനുശേഷം മണവാളനെ കൊണ്ടുപോയിട്ട് പോലീസ് കോടതി മണവാളനെ റിമാൻഡ് ചെയ്തു. ഈ റിമാൻഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ജയിലിലേക്ക് കയറി പോകുന്ന വഴിയിൽ വെച്ച് റീലിട്ട് മാസായി ക്ലാസ്സായി പോലീസുകാരൊക്കെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഇതിൽ കൂടുതൽ വല്ലതും വേണോ പോലീസുകാരെ പ്രകോപിപ്പിക്കാൻ? പോലീസുകാരൊന്നും അല്ല, എനിക്ക് കേസൊന്നും അല്ല എന്നുള്ള അറിയിക്കാൻ ഞാൻ അങ്ങ് ശക്തമായി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊരു റീലൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് ആ റീല് കൂടി ഒന്ന് കാണാം. എന്നുവെച്ചാൽ പോലീസുകാരെല്ലാം അവിടെ നിൽപ്പുണ്ടെന്ന് ഓർത്തോണം. ജയിലിന്റെ മുന്നിലാണ്, കൂട്ടുകാരാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഭയങ്കരമായ ആക്ഷനും അതുപോലെ ഭയങ്കര അഭിനയങ്ങളും ഒക്കെ കാഴ്ചവെച്ചു. അതിന് നല്ല വ്യൂസ് ഒക്കെ വന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അതൊന്ന് കാണാം. ശക്തമായി തിരിച്ചു വരും എന്ന് പറഞ്ഞ മണവാളന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറൊന്നുമല്ല, അവിടെ ശക്തമായി തിരിച്ചു വരാൻ റീൽസൊക്കെ എടുത്തിട്ട് അകത്ത് പോയ ആള് ഇപ്പം ആകെ ഡെസ്പാച്ചായി ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, പോലീസുകാർ മുടി മുറിച്ചു. ജയിലിലെ സിസ്റ്റം വെച്ചിട്ട് മുടി മുറിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് മണവാളനെയും റിമാൻഡ് ചെയ്ത മണവാളന്റെയും മുടി മുറിച്ചു. ഈ മുടി മുറിച്ചതിൽ വളരെ മാനസികമായ അസ്വസ്ഥത ഉണ്ടായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മണവാളനെ. വധശ്രമ കേസിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ജയിലിൽ മുടി മുറിച്ചതിനെ തുടർന്ന് ഷഹീൻ ഷായ്ക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. ജയിൽ ചട്ടപ്രകാരമാണ് മുടി മുറിച്ചതെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഈ മുടി മുറിച്ചതിന് പിന്നാലെ ഏത് തരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത്? സൈഫുദ്ദീൻ, അതായത് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ ജയിലിൽ റിമാൻഡിൽ എത്തുന്ന പ്രതികളുടെ അവരുടെ മുടിയും അതുപോലെ തന്നെ താടിയും ഒക്കെ വെട്ടി ഒതുക്കണം എന്നുള്ളത് ജയിലിന്റെ ചട്ടപ്രകാരം പറയുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ തന്നെയാണ് ഈ ഷഹീൻ ഷായുടെ മുടി മുറിക്കുകയും സൂപ്രണ്ടടക്കം അവരുടെ നിർദ്ദേശപ്രകാരം മുടി മുറിക്കുകയും ചെയ്ത. ഇത് മുടി മുറിച്ചതിന് പിന്നാലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചില പ്രശ്നങ്ങളൊക്കെ തന്നെ, അതായത് ചെറിയ രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ തന്നെ ഇയാൾ പ്രകടിപ്പിച്ചു. ഇതിന് പിന്നാലെ ഇത് അതായത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് ഇവർ ഈ ജയിൽ സൂപ്രണ്ട് നിർദ്ദേശപ്രകാരം തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മണവാളനെ മാറ്റിയത്. അതിന് ഇപ്പോൾ നിലവിൽ മണവാളൻ അവിടെ തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. അവിടെ നിന്ന് ഡോക്ടർ റിപ്പോർട്ട് അടക്കം ലഭിച്ച ശേഷമായിരിക്കും ഇനി തിരികെ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലുമൊക്കെ തന്നെ വ്യക്തത ഉണ്ടാവുക. നമുക്ക് ഈ ഇത്തരത്തിൽ, അതായത് ഒരു മുടി മുറിച്ചതിന്റെ പേരിൽ ചില പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ചില അസ്വാസ്ഥ്യങ്ങൾ തുടർന്ന് അതിനെക്കുറിച്ച് ചില രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് സൂപ്രണ്ടടക്കമുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇത് ജയിൽ ചട്ടപ്രകാരമാണ് തങ്ങൾ ചെയ്തത്, അല്ലാതെ ചട്ടപ്രകാരമല്ലാത്ത കാര്യങ്ങളല്ല എന്നുള്ള കാര്യത്തിൽ കൂടി ഇവർ വ്യക്തത വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മണവാളനെ കോടതി 2 പേരെ ഇടിച്ചു കേരളവർമ്മ കോളേജിലെ 2 കുട്ടികളെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഈ ഇത്തരത്തിൽ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയുള്ള നടപടിയിലാണ് ഇത്തരത്തിൽ ഒരു അസ്വാസ്ഥ്യം കാണിക്കുകയും തുടർന്ന് ജയിൽ ചട്ടപ്രകാരമാണ് നിയമപരമായിട്ട് തന്നെയാണ് മുടി മുറിച്ചത് എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലേ, റിമാൻഡ് ചെയ്ത് ഒരുപാട് പ്രതികൾ അകത്തോട്ട് പോയിട്ടുണ്ട്. അവരൊന്നും ഞാനിപ്പോൾ ശക്തമായി തിരിച്ചു വരും എന്നിട്ട് അവിടെ പോയിരുന്ന പോലീസുകാരുടെ മുന്നിൽ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു, കോമാളിത്തരം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ആ പോലീസുകാരുടെ മുന്നിൽ കോമാളിത്തരമൊക്കെ കാണിച്ച് ഞാൻ ശക്തമായി തിരിച്ചു വരുന്നുള്ള റീൽസ് ഒക്കെ ഇട്ട് അകത്ത് പോയ ആള് പോലീസുകാർ ചുമ്മാ ഇരിക്കത്തില്ല. പോലീസുകാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പോലീസുകാരെ വെറും ആസാക്കുന്ന രീതിയിലാണ് അവിടെ പെരുമാറിയതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ അതൊക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പൊ പോലീസുകാർ ചുമ്മാ ഇരിക്കുമോ? അവരുടേതായ നിയമപരമായിട്ട് തന്നെ എന്ന് വെച്ചാൽ ഈ പോലീസുകാരെ പിണക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിൽക്കേണ്ട പോലെ നിൽക്കണം. എന്നുവെച്ചാൽ ഒരു തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, കോടതി ഈ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു കേസുണ്ടെന്നും ആ കേസിലെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് വരെ ഇറക്കിയ ആ പ്രതിയെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് അവിടെ വെച്ചിട്ട് ഈ റീൽസ് ചിത്രീകരണമെല്ലാം അതിനുള്ള പണിയായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോലീസുകാരോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്നുള്ളത് ചിന്തിക്കണം. അവർക്കും പല നിയമങ്ങളും പല കാര്യങ്ങളും അവർക്കറിയാം. അകത്തോട്ട് പൊക്കഴിഞ്ഞാൽ പിന്നെ പ്രതിയാണ്, ജയിൽ പുള്ളിയാണ് ജയിലിനകത്ത് പൊക്കഴിഞ്ഞാൽ. അപ്പം ആ ജയിൽ പുള്ളി എന്നുള്ള ഇതിൽ അവർ ചെയ്യേണ്ടത് അവർ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു. അതിൽ മാനസികാസ്വാസ്ഥ്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് തൃശ്ശൂർ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നു. നമുക്ക് ആ ന്യൂസ് ഇങ്ങനെയാണ്: കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ചു. ആഘോഷമായി ജയിലിലേക്ക് കയറിപ്പോയ മണവാളന് ഇത് വലിയ ആഘാതമായി. തൃശൂർ ജില്ലാ ജയിൽ അധികൃതരാണ് മുടി മാറ്റിയത്. മുടി മുറിച്ചു മാറ്റിയതോടെ മുഹമ്മദ് ഷഹീൻ ഷായെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു. ഇതോടെയാണ് മാനസിക നില താളം തെറ്റിയത്. മാനസിക പ്രശ്നത്തെ തുടർന്ന് മണവാളനെ തൃശൂർ സർക്കാർ മാനസാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ജയിൽ അധികൃതരുടെ നടപടി. സംഭവത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. കേസിൽ റിമാൻഡിലായ പ്രതി വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിയപ്പോൾ സുഹൃത്തുക്കളെ കൊണ്ട് റീൽസ് ചിത്രീകരിച്ചിരുന്നു. ശക്തമായി തിരിച്ചു വരുമെന്ന് റീൽസിൽ മണവാളൻ തന്റെ ആരാധകരോട് പറഞ്ഞിരുന്നു. അതേസമയം പോലീസ് കസ്റ്റഡിയിലും കൂസലില്ലാതെ ഉദ്യോഗസ്ഥരെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് ഷഹീൻ ഷാ ജയിലിലേക്ക് പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പോലീസുകാർ അവിടെ നോക്കി നിൽക്കുകയാണ്. അവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂസലും ഇല്ലാതെ നിങ്ങളൊന്നും ഒന്നും അല്ല എന്നുള്ള രീതിയിലാണ് അവിടെ പോയി നിന്നുകൊണ്ട് റീൽസ് ഒക്കെ ചിത്രീകരിച്ചത്. എന്തായാലും അവർ ചുമ്മാ ഇരിക്കുന്നത് അതിനുള്ള പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പണി കൊടുത്തതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനൊരു ഇവർക്ക് മുടി ഒതുക്കണം എന്നുണ്ട്. എന്നാലും മുടിയും താടിയും എല്ലാം ഒതുക്കണം എന്നുള്ളൊരു നിയമമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ റിമാൻഡ് പ്രതിയാണെങ്കിലും അതിന്റെ ഇതിലായിരിക്കാം. പിന്നൊരു ന്യൂസ് ഞാൻ കേട്ടത് മണവാളൻ തന്നെ സ്വന്തമായിട്ട് പോയിരുന്നു മുടി കട്ട് ചെയ്യാനിരുന്ന് കൊടുത്തു എന്ന് പറയുന്ന ഒരു ന്യൂസും ഞാൻ കേട്ടായിരുന്നു. എന്തായാലും അന്വേഷണത്തിൽ അതിനെ അറിയത്തുള്ളൂ. അപ്പൊ എന്തായാലും പോലീസിനോട് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ സിസ്റ്റവും അവരുടേതായ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയിലിന് അകത്തേക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലാണ് ഫുള്ള് കൺട്രോളും. ആ കൺട്രോൾ വിട്ടിട്ടൊന്നും ചാടിപ്പോരാനോ എടുത്തോടാനോ ഒന്നും പറ്റത്തില്ല. പോകുമ്പോൾ ഒരു മാന്യമായിട്ടൊക്കെ പോകണം. ഇപ്പം തെറ്റ് ചെയ്തില്ലയോ അതൊക്കെ തെളിയിക്കേണ്ടത് മണവാളനാണ്. ഇനിയിപ്പോൾ അങ്ങനെയുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ, അത് എന്ത് കാരണം കൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ അത് അങ്ങനെ കള്ളക്കേസാണോ, ഇതൊക്കെ തെളിയിക്കേണ്ടത് മണവാളനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടത്? അത് കേസിന്റെ വഴിക്ക് അതിൻ്റെതായ നിയമപരമായ വഴിക്ക് കൊണ്ടുവന്ന് അത് ഞാൻ നിരപരാധിയാണെങ്കിൽ തെളിയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് പോലീസുകാരെ ആസാക്കിയപ്പോൾ പോലീസുകാർ നൈസായിട്ട് പണി കൊടുത്തു എന്നാണ് എന്റെ ഒരു കാൽക്കുലേഷൻ എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മറ്റേതെന്ന് വെച്ചാൽ ഈ കേസിലെ 1-ാം പ്രതിയായ സഞ്ജയ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ആ ആളാണ്, ആ സഞ്ജയ് ആണ് ഈ റീൽസ് ഷൂട്ട് ചെയ്തത് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ഓർത്തോണം എത്രമാത്രം കുരുപൊട്ടി കാണും പോലീസുകാർക്ക്. 1-ാം പ്രതി വീഡിയോ എടുത്തു കൊടുക്കുന്നു, കൂട്ടുപ്രതി അകത്തോട്ട് ജയിലിലേക്ക് പോകുമ്പോൾ 1-ാം പ്രതിയാണ് വീഡിയോ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ പോലീസുകാർ ചുമ്മായിരിക്കും. എന്തായാലും മണവാളന് പോലീസിന്റെ ഭാഗത്തുനിന്ന് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇനി മാനസിക അസ്വസ്ഥ്യം വന്നിട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഇതിപ്പോ നമുക്കതറിയില്ല അതെന്താണ്. ഇപ്പൊ ചിലപ്പോൾ വർഷങ്ങളായിട്ട് കെയർ ചെയ്തുകൊണ്ട് പോകുന്ന മുടിയായിരിക്കാം. നല്ല നോക്കി കൊണ്ടുപോകും. ആ മുടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതുപോലെ പൈസ മുടക്കിയൊക്കെ നല്ല ചെയ്യുന്ന മുടിയാണ്. പൈസ മുടക്കിയൊക്കെ നല്ല കെയർ ആയിട്ട് കൊണ്ടു നടക്കുന്ന മുടിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകോപിപ്പിക്കുമ്പോൾ പോലീസുകാരെ അകത്തോട്ട് പോകേണ്ട ആളാണ് ഞാൻ ജയിലിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു വിചാരം വേണം.
എന്തായാലും മാനസിക അസ്വസ്ഥ്യം ഇതുകൊണ്ട് ഉണ്ടാകാൻ പാടില്ലെന്നൊന്നുമില്ല. തനിക്ക് മുടി പോയപ്പോഴത്തേക്ക് വേറൊരു രൂപമായി എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. വേറൊരു രീതിയിലായി, അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ മാനസിക അസ്വസ്ഥത എപ്പോഴും ആർക്കും എവിടെ വെച്ചും സംഭവിക്കാം. പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിലൊക്കെ ഉണ്ടാകാം, അതായിരിക്കാം. എന്തായാലും ഇനിയുള്ള വാർത്തകൾ അറിയില്ല. ഇനി മുന്നോട്ട് ഇനിയിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഇനി ജയിലിലേക്ക് ഇനി എപ്പോൾ കൊണ്ടുപോകുമെന്നോ ഇനി എന്താണ് അതിന്റെ ഫുള്ളായിട്ടുള്ള ഒരു വിവരം ഇതുവരെയും വെളിയിൽ വന്നിട്ടില്ല. എന്തായാലും ആ ന്യൂസ് വെളിയിൽ വരട്ടെ. ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം ഇത്രയേ ഉള്ളൂ. കുറച്ചൊക്കെ ഒന്ന് അടങ്ങുക. ഞാൻ വലിയ പുള്ളിയാണ്, ഞാനിങ്ങനെ റീൽസൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതും പോലീസുകാരെ പ്രകോപിപ്പിച്ച് റീൽസൊക്കെ ചെയ്തിട്ട് ഞാൻ പുല്ലുപോലെ ഇങ്ങനെ ഇറങ്ങിപ്പോരും എന്നുള്ളൊരു വിചാരം, ആ വിചാരത്തിലുള്ള ഒരു കൊട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊട്ട് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മുന്നോട്ടുള്ളത് നമുക്ക് നോക്കാം എന്താണെന്ന്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.